Hey, what's up guys? Welcome you all to my YouTube channel Home Echoes. ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബി മോളിലാണ്. നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറേ കാഴ്ചകൾ ഉണ്ട്. സോ ലെറ്റ്സ് വാച്ച്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു റംദാൻ വില്ലേജ് ലൈക്ക് ട്രഡീഷണൽ അറബ് കൾച്ചർ തീംസ് സ്റ്റോറീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റംദാൻ വില്ലേജ് 2025 കാണാനാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം നല്ല രീതിയിൽ നല്ല അധികം കാഴ്ചകൾ അതിലുണ്ട്. അപ്പം എല്ലാ വർഷവും ഇങ്ങനെ റംദാൻ വില്ലേജ് വരാറുണ്ട്. ഓരോ വർഷവും ഓരോരോ വെറൈറ്റീസ് ആയിരിക്കും, സെറ്റിങ്സിലാണെങ്കിലും അതിൻ്റെ സ്പെഷ്യാലിറ്റീസൊക്കെ ആണെങ്കിലും. അപ്പോൾ ഇത്തവണത്തെ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾക്ക് കുറേ സംഭവങ്ങൾ അത് ഞാനിങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ജസ്റ്റ് നമ്മൾ എൻട്രൻസിൽ കയറുമ്പോൾ തന്നെ അവരവരുടെ ട്രഡീഷണൽ അറ്റാറിൽ ട്രഡീഷണൽ രീതിയിൽ നമുക്ക് കോഫി സെർവ് ചെയ്യുന്നുണ്ട്. അത് അറബിക് കോഫി. അപ്പോൾ അതിൻ്റെ പേര് തന്നെ കഹ്വ എന്നാണ്. സോ അതൊരു ട്രഡീഷണൽ കോഫിയാണ്. അതൊരു സിമ്പിൾ കോഫി അല്ല, അതിൽ കുറേ സ്പൈസസ് ഒക്കെ ചേരുന്നുണ്ട്. ആക്ച്വലി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. അതിൽ ക്ലോവ്സ് ഉണ്ട്, കാർഡമം ഉണ്ട്, പിന്നെ നമ്മുടെ കറുവപ്പട്ട, പിന്നെ കുങ്കുമപ്പൂവ്, പിന്നെ ജീരകം, അങ്ങനെ കുറേ സ്പൈസസും കൂടെ ചേരുന്നുണ്ട്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സംഭവം കൂടിയാണ്. പിന്നെ സെർവ് ചെയ്യുന്ന രീതി തന്നെ വ്യത്യാസമാണ്. പിന്നെ നമുക്കവിടെ അലൗദിൻ്റെ അത്ഭുത വിളക്ക്, അങ്ങനെ നമ്മൾ കുഞ്ഞിലെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പോലെ അതെല്ലാം നമ്മളുടെ ഇമാജിനറിയിലല്ലേ അതൊക്കെയുള്ള ഇമാജിനേഷൻസിനാണ്. സോ അതിൽ നമുക്കൊരു വിർച്വൽ റിയാലിറ്റിയിൽ നമുക്കത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ കുറേ ലാമ്പുകൾ, പിന്നെ അറബിക്കിൻ്റെ സ്ലോഗൻസ് ലൈക്ക് പ്രയേഴ്സ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ്സ്, വെറൈറ്റി ആയിട്ടുള്ള റംദാൻ ലൈറ്റ്സുകൾ, അങ്ങനെ അതിൻ്റെ അകത്തെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ അലൗദ്ദീനും എൻ്റെ ആ ഒരു വലിയൊരു ബുക്കായിട്ട് തന്നെ അതിൻ്റെ ഒരു ബുക്കിൻ്റെ വലിയ ഒരു സൈസ്, ഭയങ്കര വലുതായിട്ടുള്ള ഒരു ഇമേജ് അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ട് അലൗദ്ദീൻ ആൻഡ് ദ എൻചാൻറ്റഡ് ലാമ്പ്. ആ സ്റ്റോറിയുടെ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷനും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ക്യൂട്ടായിരിക്കും. നമ്മൾ പണ്ട് ബാലരമയിലും കഥയിലും ഒക്കെ വായിക്കുന്ന പോലെയും കേട്ടിട്ടുള്ള പോലെയൊക്കെ ഒരു റിയൽ ഇതാണ് കാണുന്നത്. പിന്നെ ഒരു ഗുഹയ്ക്കുള്ളിൽ കുറേ പവിഴവും സ്വർണവും സ്വർണ്ണ നാണയങ്ങളും മുത്തും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ട്രഷർ പോലെ ഒരു സംഭവം. അതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാഴ്ചകൾ. പിന്നെ ഒരു കപ്പലിൻ്റെ ഒരു ഇത് ചെയ്യുന്നുണ്ട്. അത് വെറുതെ ഇരിക്കുന്ന കപ്പലല്ല, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കപ്പൽ, നല്ല ഭംഗിയുള്ള ഒരു കപ്പൽ. പിന്നെ അത് ഈ സീയുടെ ഇത് റെപ്രസെൻറ്റേഷനുണ്ട്, കടലിനുള്ളിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട്. അത് നമ്മളെയൊക്കെ പണ്ടത്തെ നമ്മുടെ ഈവൻ മലയാളം സിനിമയിലൊക്കെ ആണെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു തീം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. പിന്നെ നമുക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഈ കോഫി ആണെങ്കിലും ഈ ഒരു എൻവയോൺമെൻറ്റ് കിട്ടുന്ന ഡെസേർട്ട് സഫാരി പോകുമ്പോഴാണ് ഒരു അറേബ്യൻ ഹോസ്പിറ്റാലിറ്റിയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടും അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും ഈ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ക്ലോത്ത്സും അവരുടെ വെയറിങ്സും ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെറൈറ്റി കളക്ഷൻസും ഒക്കെ നമുക്കതിൽ കാണാൻ പറ്റും. ഇതെല്ലാം ഒരു കൾച്ചറൽ ഹെറിറ്റേജിൻ്റെ അവരുടെ ഒരു കൾച്ചറാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഹെറിറ്റേജ് ആണ് കാണിക്കുന്നത്. സോ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഒന്ന് കുറച്ച് ഫോട്ടോ എടുക്കാനും ഒക്കെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു ആംബിയൻസ് ഉണ്ട് ഇവിടെ. പിന്നെ പ്രത്യേകിച്ചും ഈ റംദാൻ കാലത്ത് നമുക്ക് നല്ല ഒരു ഹോളി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറായിട്ട് തോന്നും ആക്ച്വലി. സോ ഇത്തവണത്തെ റംദാൻ ഞാൻ എല്ലാ വർഷവും വന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. എല്ലാം എൻ്റെ ഗാലറിയിലുണ്ട് ആക്ച്വലി. സോ ഇത്തവണത്തെ റംദാൻ വില്ലേജിൻ്റെ കാഴ്ചകൾ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റി. സോ താങ്ക്സ് ടു ഗോഡ്. പിന്നെ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വേറെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. സോ ടേക്ക് കെയർ. ബൈ.